ഒരു റയൽ ആരാധകൻ അല്ലെങ്കിൽ പോലും വിനീഷ്യസ് ഒരിക്കലും റയലിൽ നിന്ന് പോകരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം. കാരണം വിനീഷ്യസിനെ ആ ഒരു റയലിൻ്റെ ജേഴ്സിയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആ ഒരു നെവർ സേ ഡൈ ആറ്റിറ്റ്യൂഡ്, തോക്കത്തില്ലടാ എന്നുള്ള ആ ഒരു റയലിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അത് കുത്തി നിറച്ച മനുഷ്യനാണ് ഈ ഒരു വിനീഷ്യസ് ജൂനിയർ. അത് നമ്മൾ പല മത്സരങ്ങളിൽ, പല ഫൈനലുകളിൽ, പല വലിയ വലിയ ടൂർണമെൻറ്റ്, ചാമ്പ്യൻസ് ലീഗ് ആയാലും കോപ്പ ഡെൽറേ അല്ലെങ്കിൽ സൂപ്പർ കോപ്പ ദെ എസ്പാനിയ, ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വിനീഷ്യസിൻ്റെ ആ ഒരു വരവിലൂടെ ഉള്ള റയലിൻ്റെ തിരിച്ചുവരവ്. അതുകൊണ്ട് തന്നെ ഇതൊരു കംബാക്ക് കിങ്സ് എന്ന് ഉള്ള ആ ഒരു റയലിൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന മനുഷ്യനാണ് ശരിക്കും വിനീഷ്യസ് ജൂനിയർ. ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യനാണ് വിനീഷ്യസ് ജൂനിയർ. ഈ ഒരു കംബാക്ക് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ തോക്കത്തില്ലട എന്നുള്ള ഈ ഒരു തരം മെൻറ്റാലിറ്റി അത് എംബാപ്പയ്ക്ക് പോലും റയലിൽ കാണിക്കാൻ എംബാപ്പയ്ക്ക് പറ്റിയിട്ടില്ല. ഫ്രാൻസിൻ്റെ കൂടെയൊക്കെ നമ്മൾ വേൾഡ് കപ്പ് ഫൈനലിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ റയലിൻ്റെ കൂട്ടത്തിൽ എംബാപ്പയ്ക്ക് ആ ഒരു പരിപാടി നടത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചും ഇപ്പോഴും ആ ഒരു റയൽ ടീമിനെ കൊണ്ടു നടക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയർ ആണ്. വിനീഷ്യസ് ജൂനിയർ അവിടെ ഉണ്ടെങ്കിൽ ഇനിയും ഭാവിയിൽ റയലിന് പല തിരിച്ചുവരവുകൾ നടത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിനീഷ്യസുമായിട്ട് ബന്ധപ്പെട്ട് പലതരം റൂമേഴ്സ് വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക റിപ്പോർട്ട് ചെയ്തിരുന്നത് വിനീഷ്യസും ആർസണലും തമ്മിൽ പേഴ്സണൽ ടേംസ് എഗ്രീഡായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർസണലിലേക്ക് വിനീഷ്യസ് പോകും എന്നുള്ള ഒരു പേടി പല ഫാൻസിൻ്റെ ഇടയ്ക്കും നമ്മൾ കണ്ടു. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ട് ഇന്ന് രാവിലെയൊക്കെ റമോൺ അൽവാരസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആർസണലും വിനീഷ്യസിൻ്റെ ക്യാമ്പും തമ്മിൽ യാതൊരു തരം ഡിസ്കഷൻസോ കോണ്ടാക്റ്റോ നടന്നിട്ടില്ല എന്ന തരത്തിൽ റാമോൺ അൽവാരസ് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ റീസെൻ്റ് ആയിട്ട് ഇതിനെയൊക്കെ തച്ചുടയ്ക്കുന്ന രീതിയിൽ അത്ലറ്റിക്കിൻ്റെ ഡേവിഡ് ഓൺസ്റ്റിനും മറിയോ കോർട്ടിഗാനോയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിനീഷ്യസും അതേപോലെ തന്നെ ആർസണലിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആന്ദ്രെ ബെർത്തയും തമ്മിൽ കോണ്ടാക്ട്സ് ഉണ്ടായി. അതായത് വിനീഷ്യസിൻ്റെ ക്യാമ്പ് റോക്ക് നേഷൻസും അതേപോലെ തന്നെ ആന്ദ്രെ ബെർത്തയും തമ്മിൽ വിനീഷ്യസിന് വേണ്ടിയുള്ള ആ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും നടന്നു, ഡിസ്കഷൻസ് നടന്നു. അപ്പം ആർസണലിനെ സംബന്ധിച്ച് വിനീഷ്യസിൻ്റെ ഈ ഒരു സാലറിയോ ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർ ഈ ഒരു പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഏണറാക്കി മാറ്റാനും അതേപോലെ തന്നെ ആർസണലിൻ്റെ സ്റ്റാർ ഓഫ് ദി പ്രൊജക്റ്റ് ആക്കി മാറ്റാനും അതുവഴി തന്നെ പ്രീമിയർ ലീഗിൻ്റെ ഫേസ് ആകാനും ഒക്കെയുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വിനീഷ്യസിൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ഡീൽ നടത്തിയെടുക്കാനുള്ള ആ ഒരു ഫൈനാൻഷ്യൽ ബാക്കിങ് തരാനും ആർസണലിൻ്റെ ഓണേഴ്സും തയ്യാറാണ്. അതായത് ആർസണലിൻ്റെ മുതലാളിമാർ കാശ് വീശാൻ തയ്യാറാണെന്നാണ് ഇപ്പം ഡേവിഡ് ഓൺസ്റ്റിനും മറിയോ കോർട്ടിഗാനയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ വിനീഷ്യസിൻ്റെ ഭാഗത്തുനിന്നും അവർ പറയുന്നുണ്ട് വിനീഷ്യസ് കുറച്ച് സാലറിയുടെ കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ചയ്ക്കൊക്കെ വിനീഷ്യസ് തയ്യാറാണ്. വിനീഷ്യസിന് ഇപ്പോഴും വിനീഷ്യസിന് റയലിൽ തന്നെ തുടരണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഗതി കെട്ടാൽ പുള്ളി ഇവിടെ നിന്ന് പോകാനും തയ്യാറാകും എന്നാണ് ഡേവിഡ് ഓൺസ്റ്റിനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം സാലറിയുടെ ഭാഗത്ത് കുറച്ച് നെഗോസിയേഷൻസ് ഒക്കെ വരുത്താൻ വിനീഷ്യസ് തയ്യാറാണ്. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സൈനിങ് ബോണസിനെ ചൊല്ലിയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം റയലും അതേപോലെ തന്നെ വിനീഷ്യസും തമ്മിലുള്ള. കാരണം എംബാപ്പയുടെ ആ ഒരു സൈനിങ് ബോണസ് 100 മില്യൺ യൂറോസിൻ്റെ ആ ഒരു സൈനിങ് ബോണസ് അതിനെ റയൽ മീറ്റ് ചെയ്യണം, അതിനെ റയൽ മാച്ച് ചെയ്യണം എന്നാണ് വിനീഷ്യസിൻ്റെ ക്യാമ്പ് പറയുന്നത്. അപ്പം അവിടാണ് ഈ ഒരു ഏറ്റവും വലിയൊരു കോൺഫ്ലിക്റ്റ് റയലും വിനീഷ്യസും തമ്മിൽ ഉള്ളത്. അപ്പം നമ്മൾ റയലിൻ്റെ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ റയൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബാപ്പയെ ഞങ്ങൾ സൈൻ ചെയ്യുമ്പോൾ എംബാപ്പ ഒരു ഫ്രീ ഏജന്റ് ആയിരുന്നു. പക്ഷെ വിനീഷ്യസ് ഇപ്പം ഞങ്ങളുടെ പ്ലെയറാണ്, കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ മാത്രമേ ഞങ്ങൾ വിനീഷ്യസിനോട് പറയുന്നുള്ളൂ. അത് മാത്രമല്ല എംബാപ്പെ റയലിൽ വരുന്നതിന് മുന്നേ തന്നെ എംബാപ്പെ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അപ്പോൾ ഒരു സീസൺ മുന്നേ എംബാപ്പെ റയലിൽ വരുന്നതിന് ഒരു സീസൺ മുന്നേ റയൽ എംബാപ്പെ സൈൻ ചെയ്യാൻ, അതായത് PSG ഏകദേശം 1 വർഷത്തെ കോൺട്രാക്ട് ബാക്കിയുള്ള സമയത്ത് റയൽ സൈൻ ചെയ്യാൻ നോക്കി എംബാപ്പെ. ആ സമയത്ത് 200 മില്യൺ യൂറോസിൻ്റെ ബിഡും PSG മുന്നിൽ വെച്ചു. അത് PSG റിജക്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു പ്ലെയർ ഫ്രീ ട്രാൻസ്ഫറിൽ വരുന്ന സമയത്ത് 100 മില്യൺ യൂറോസ് കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, അതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് റയൽ പറയുന്നത്. അത് മാത്രമല്ല എംബാപ്പെ വലിയ സൂപ്പർ സ്റ്റാർ, അങ്ങനത്തെ ഒരു വലിയ സൂപ്പർ സ്റ്റാർ എംബാപ്പെ വലിയ കൊമേഴ്ഷ്യൽ ഡീൽ ഉള്ള മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ്റെ ഇമേജ് റൈറ്റ്സിലും 20% റയലിന് അവകാശമൊക്കെ ആ ഒരു എംബാപ്പെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് റയലിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തു കാണിക്കുന്നത്. അത് മാത്രമല്ല ഇപ്പം വിനീഷ്യസിന് ഈ ഒരു കോൺട്രാക്ട് ഓഫർ റയൽ കൊടുത്തു കഴിഞ്ഞാൽ പലരും
ജൂഡ് ബെല്ലിംഗാം അടക്കം പലരും മുന്നോട്ട് ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ്റെ സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുമായിട്ട് വരും. അവർക്കും ഇങ്ങനത്തെ സാലറി, സൈനിങ് ഓൺ ബോണസ് ഒക്കെ അവർ ചോദിക്കും. അതാകെപ്പാടെ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ തന്നെ ഒരു പ്രശ്നം. അതേപോലെ തന്നെ ഫൈനാൻഷ്യലി അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ലാലിഗയുടെ ഈ ഒരു ടൈറ്റ് ഫൈനാൻഷ്യൽ റൂൾസിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇങ്ങനത്തെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. റയലിനെ ഫൈനാൻഷ്യലി കുറച്ച് ടൈറ്റർ ആക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് പോകും. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് റയലിൻ്റെ കയ്യിൽ നിന്ന് പോകും. ഇതൊക്കെയാണ് റയലിൻ്റെ കൂടുതലും ചിന്താഗതി. അല്ലാതെ റയലിന് ഇപ്പം കാശ് പൊട്ടിക്കാൻ ഇല്ലാഞ്ഞിട്ടില്ല. റയലിന് ഇഷ്ടം പോലെ കാശുണ്ട്. കാരണം റയലിന് പല തരം റവന്യൂ സ്ട്രീംസ് റയലിൻ്റെ മുന്നിലുണ്ട്. സാന്തിയാഗോ ബെർണാബയോ എന്നുള്ള റവന്യൂ, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഡീൽ വഴിയുള്ള റവന്യൂ, ബ്രോഡ്കാസ്റ്റിംഗ് റവന്യൂസ്. അപ്പം അങ്ങനെ അവർക്ക് ആവശ്യത്തിന് കൂടുതൽ റവന്യൂ സോഴ്സുകളുണ്ട്. പക്ഷേ അങ്ങനെ തോന്നിയ ദിവസം കാശ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫൈനാൻഷ്യൽ ഡിസിപ്ലിനെ തന്നെ തകർക്കും എന്നാണ് ഫ്ലോറന്റിനോ പെരസിൻ്റെയൊക്കെ വിശ്വാസം. നമ്മൾ ഈ ഒരു റയൽ മാഡ്രിഡിൻ്റെയും ഫ്ലോറന്റിനോ പെരസിൻ്റെയൊക്കെ ആറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴാണെങ്കിൽ തന്നെ വിനീഷ്യസിൻ്റെ മുന്നിൽ ആ ഒരു ഫൈനൽ ഓഫർ വിനീഷ്യസിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞ് റയൽ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്, നിനക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാറിപ്പോകാം, അല്ലെങ്കിൽ നിന്നെ വിൽക്കും, ഞങ്ങൾ വിറ്റൊഴിവാക്കും എന്നുള്ള ആ ഒരു താക്കീതോടെ ഫൈനൽ ഓഫർ റയൽ അല്ലെങ്കിൽ പെരസ് വിനീഷ്യസിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം റയൽ മാഡ്രിഡ്, ഈ പെരസിൻ്റെ റയൽ മാഡ്രിഡ് ആരുടെയും മുന്നിൽ തല കുനിക്കത്തില്ലാത്ത ഒരു റയൽ മാഡ്രിഡാണ്. അത് സാക്ഷാൽ റൊണാൾഡോയുടെ മുന്നിലോ റൗളിൻ്റെ മുന്നിലോ ഐക്കർ ക്രിസ്ത്യാസിൻ്റെ മുന്നിലോ സെർജിയോ റാമോസിൻ്റെ മുന്നിലോ തല കുനിക്കാത്ത റയൽ മാഡ്രിഡ് ഒരിക്കലും വിനീഷ്യസിൻ്റെ മുന്നിൽ തല കുനിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. വിട്ടുവീഴ്ച ഇനിയിപ്പോൾ വിനീഷ്യസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വേണ്ടി വരും ഈ ഒരു ഡീല് അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ നടത്താൻ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ റയൽ വിൽക്കും. ഇപ്പോഴും വിനീഷ്യസിൻ്റെ വാലുവേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷം ബാക്കിയുള്ള വിനീഷ്യസിൻ്റെ വാലുവേഷൻ 100 മില്യൺ യൂറോസിന് മുകളിലാണ്. അപ്പം ഇവരെ റീപ്ലേസ് ചെയ്യുക, അതാണ് വിനീഷ്യസിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഒറ്റ സംഭവമേ റയലിൻ്റെ മുന്നിലുള്ളൂ. റയലിൻ്റെ മുന്നിലുള്ള പല ഓപ്ഷൻസ് ഞാൻ പറയാം. ഒന്നുകിൽ ഇപ്പം റയൽ പോണക്കത്തെ ഒരു ടീം ഇപ്പം പി എസ് ജിയുടെ ക്വാരറ്റ്സ്കേലിയാണ് ലോകത്തിലെ ഇപ്പം ഏറ്റവും ഫോമിലുള്ള ഒരു ലെഫ്റ്റ് വിങ്ങർ എന്ന് പറയാവുന്നത് ക്വാരറ്റ്സ്കേലിയാണ്. ക്വാരറ്റ്സ്കേലിയയ്ക്ക് വേണ്ടി റയൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു വലിയ പ്ലെയറിന് വേണ്ടിയും റയൽ രംഗത്തിറങ്ങി കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിൻ്റെ മനസ്സ് മാറും, സ്വാഭാവികമാണത്. അപ്പം അങ്ങനത്തെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ക്വാരറ്റ്സ്കേലിയെ സൈൻ ചെയ്യാൻ പോകാം ലെഫ്റ്റ് വിങ്ങിൽ. എംബാപ്പെ സെൻട്രലിൽ കളിക്കുന്നു, യാൻ ഡയമണ്ടെ റൈറ്റ് വിങ്ങിൽ കളിക്കുന്നു, അങ്ങനത്തെ ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ യാൻ ഡയമണ്ടെ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിച്ചുകൊണ്ട് റൈറ്റ് വിങ്ങിൽ മൈക്കൽ ഒലീസയെ സൈൻ ചെയ്യുക, അത് വേറൊരു ഓപ്ഷൻ. ഇതൊന്നും അല്ലെങ്കിൽ എംബാപ്പെ ലെഫ്റ്റ് വിങ്, യാൻ ഡയമണ്ടെ റൈറ്റ് വിങ്, സെൻട്രലി എർലിംഗ് ഹാലൻഡിനെ സൈൻ ചെയ്യുക. ഇതൊക്കെ ഞാനൊരു എന്നാ പറയുന്നത് സാങ്കല്പികമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെയാണ് റയലിൻ്റെ മുന്നിലുള്ള ഓപ്ഷൻസ് ആണ് ഇതൊക്കെ. ഇപ്പം ഇവരെയൊക്കെ സൈൻ ചെയ്യാൻ റയലിന് പറ്റത്തില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം റയലിന് ആ ഒരു ഫൈനാൻഷ്യൽ കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ അവരുടെ ആ ഒരു കടുംപിടുത്തം, ആരുടെ മുന്നിൽ താഴത്തില്ല എന്നുള്ള ഒരു കടുംപിടുത്തം, അത് ഇങ്ങനത്തെ ഡീലുകളിലൊക്കെ ചെന്ന് എത്തിക്കാം. വിനീഷ്യസിനെ വിൽക്കാനും അവർ തയ്യാറാകാം. വിനീഷ്യസ് ഈ ഒരു സൈനിങ് ഓൺ ബോണസിൻ്റെ കാര്യത്തിൽ ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഷ്യസിനെ ഈ ഒരു സമയത്ത് വിനീഷ്യസിനെ വിറ്റിട്ട് നിങ്ങൾ അടുത്ത പ്ലെയറിനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സൈനിങ് ഓൺ ബോണസിനേക്കാളും കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് ആ ഒരു എൻ്റെ റീപ്ലേസ്മെൻറ്റിനെ സൈൻ ചെയ്യണമെങ്കിൽ. ഇതാണ് വിനീഷ്യസിൻ്റെ ക്യാമ്പ്, റോക്ക് നേഷൻസിൻ്റെയൊക്കെ വാദം. അപ്പം അതും നമ്മൾ വിനീഷ്യസിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴും അതിലും ശരിയുണ്ട്, റയലിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതിലും ശരിയുണ്ട്. അപ്പോൾ ഇവരൊരു കോമൺ ഗ്രൗണ്ടിലെത്തുക, കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ നടത്തി കോമൺ ഗ്രൗണ്ടിലെത്തുക, അത് മാത്രമേ ഇവരുടെയൊക്കെ മുന്നിലുള്ള ഒരു ഓപ്ഷനുള്ളൂ. വിനീഷ്യസിന് ഇപ്പോഴും റയലിൽ തന്നെ തുടരണം എന്നാണ് വിനീഷ്യസിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് റയലിനെ ഉപേക്ഷിച്ച് വിനീഷ്യസിന് പോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവസാനം കുറേ കടുംപിടുത്തത്തിന് ശേഷം വിനീഷ്യസ് വഴങ്ങും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നമിനം കമൻസ് ആയിട്ട് മറ്റൊരു നല്ല വീഡിയോ ഇടണം.